നാരങ്ങ വെള്ളം കടയ്ക്ക് ആദ്യമായിട്ട് വേണ്ടത് വെള്ളമാണ്. ചുമ്മാതാണ്. കടയ്ക്ക് വേണ്ടത് കമ്പിയാണ്. സീറോ ബഡ്ജറ്റിൽ കട തീർക്കാനുള്ള മെറ്റീരിയൽ തേടി ഇറങ്ങുകയാണ് ഞാൻ ഇന്ന്. പെട്രോളിന്റെ കാര്യത്തിൽ മൈലേജ് തുണയ്ക്കുന്നുണ്ട്. വെള്ളം എടുത്തത് നന്നായി, ദാഹിക്കുമ്പോൾ കുടിക്കാം. വളഞ്ഞ വഴി എത്തിയപ്പോൾ ഈ ഗ്രാനൈറ്റ് കട എന്റെ കണ്ണിലുടക്കി. നമുക്ക് വേണ്ട സീറോ ബഡ്ജറ്റ് മെറ്റീരിയൽ ഞാൻ തപ്പാൻ തുടങ്ങി. അതായത് ഈ ഗ്ലാസ് വെക്കുന്നത്, നാരങ്ങ മുറിക്കുന്നതൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിന് വേണ്ട മെറ്റീരിയലാണ് നമ്മൾ തപ്പുന്നത്. ചോദിക്കാതെയും പറയാതെയും ഗോഡൌണിൽ കയറി എന്നെ ഒരാൾ ഓടിച്ചു വിട്ടു. നമ്മൾ സ്വപ്നത്തിൽ കണ്ട അതേ കട, പക്ഷേ ബിഗ് ബഡ്ജറ്റാ. യാത്ര തുടർന്നു. ഈ യാത്ര നീണ്ടു പോവാണല്ലോ. അങ്ങനൊന്നും ഇല്ല. ഇത്രയും വെയിലായിട്ടും ആരും വെള്ളമൊന്നും കുടിക്കുന്നില്ലേ? നമുക്ക് മാർക്കറ്റിംഗ് പിടിക്കാം. ശരിക്കും പറഞ്ഞാൽ കച്ചവടത്തെ പറ്റി ഒരു കണക്കൂട്ടലും ഇല്ല. ആകെ വേനൽക്കാലമാണെന്ന് മാത്രം അറിയാം. ഇവിടെ ഒരാളേ ഉള്ളൂ. ഞാൻ ആലപ്പുഴ ബസാറിലെ കടകളെല്ലാം കയറി നിരങ്ങി. ഇതേപോലെ പഴയ മെറ്റീരിയലോ അതോ കട അതേപോലെ കിട്ടുമെങ്കിൽ അതോ ശകുനമാണല്ലോ ദൈവമേ. പുതിയ മെറ്റീരിയൽ കണ്ടാലും വിടാറില്ല, കമ്പയർ ചെയ്യണമല്ലോ. പ്രത്യേകതരം പൈസക്കാരൻ കൈ വന്നു. വിദേശ പണം കൈവരാനായിരിക്കും. ഓരോ കടയും ഞാൻ അരിച്ചു പെറുക്കി. പ്രധാന ബസാറിലോട്ട് അടുക്കാറായപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് ഫർണിച്ചറുകളും കൗണ്ടറുകളും കൂട്ടിയിട്ടിരിക്കുന്നു. നല്ല വെയിലിലൂടെ ഞാൻ അലഞ്ഞു. ബസാറിന്റെ ഈ സെൻട്രലിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. അഭിഷാദ് ഗുരുവായൂർ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയുള്ളവന്മാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, ബുദ്ധി കുറവുള്ളവർ ഇറങ്ങിത്തിരിക്കും.